Good morning students. We are going to discuss about the topic extra chromosomal inheritance. The extra chromosomal inheritance is also known as cytoplasmic inheritance is due to the genes known as plasma genes, cytoplasmic genes, cytogenes or extranuclear genes. The sum total of extra chromosomal genetic material is known as plasmon. So the extra chromosomal inheritance is also known as cytoplasmic inheritance occurs due to the genes called plasma genes, cytoplasmic genes, cytogenes or extranuclear genes, and the sum total of all the extra chromosomal genetic material is known as plasmon. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. അപ്പോൾ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്ട്രാ പേര് തന്നെ ഉണ്ട്, എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ്. അതായത് ക്രോമസോമ് കൂടാതെ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ കൂടാതെ നടക്കുന്ന ഇൻഹെറിറ്റൻസിനെയാണ്, അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിന് പുറമേ എക്സ്ട്രാ ആയിട്ട് നടക്കുന്ന ഇൻഹെറിറ്റൻസ് ആണ് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ്. അപ്പോൾ സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കുന്ന ജീൻസ് ആണ് പ്ലാസ്മ ജീൻസ്, സൈറ്റോപ്ലാസ്മിക് ജീൻസ്, സൈറ്റോജീൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസ് എന്ന് പറയും. അപ്പോൾ ഒരു ഓർഗാനിസത്തിലുള്ള എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ സം ടോട്ടൽ എന്ന് പറയുന്ന പേരാണ് പ്ലാസ്മോൺ എന്ന് പറയുന്നത്. Next, we will discuss some of the characteristics of the extra chromosomal inheritance. The extranuclear genes display non-Mendelian inheritance which has the following characteristics. ഇപ്പം മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് അല്ല കാണിക്കുന്നത്, നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് കാണിക്കുന്നത്. അപ്പോൾ ദി എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് occurs in the non-Mendelian inheritance form and it has following characteristic. First one, a typical Mendelian ratio do not occur because meiosis based segregation is not involved. So a typical Mendelian ratio, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ക്രോസിലും മോണോഹൈബ്രിഡ് ക്രോസിലും ഡൈഹൈബ്രിഡ് ക്രോസിലും ഒക്കെ ഒരു റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ റേഷ്യോസ് ഒന്നും എന്ത് കിട്ടൂല, ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൽ കിട്ടൂല. അപ്പോൾ ടിപ്പിക്കൽ മെൻഡേലിയൻ റേഷ്യോസ് ഡസ് നോട്ട് ഒക്കർ ഇൻ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ്. സെക്കൻഡ് വൺ, the extranuclear genes cannot be mapped. So the another peculiarity of the extranuclear genes is that it cannot be mapped. And the third characteristic of extra chromosomal inheritance is that if a nucleus with a different genotype is substituted, non-Mendelian inheritance is unaffected. So whenever you substitute your nucleus with a different genotype nucleus, the non-Mendelian inheritance is unaffected because the inheritance does not occur due to the chromosomal DNA present in the nucleus. It occurs due to the extra DNA present in the cytoplasm. അപ്പോൾ നമ്മൾ ഒരു ഓർഗാനിസത്തിൻ്റെ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് നടക്കുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിയസ് റീപ്ലേസ് ചെയ്താൽ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എക്സ്ചേഞ്ച് ചെയ്താൽ ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് യാതൊരു മാറ്റവും സംഭവിക്കില്ല. കാരണം ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ഉണ്ടാകുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമൽ DNA കാരണമല്ല. ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ഉണ്ടാകുന്നത് സൈറ്റോപ്ലാസത്തിലുള്ള എക്സ്ട്രാ DNA കാരണമാണ് ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് നടക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസിനെ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും അത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം ന്യൂക്ലിയസിലുള്ള ന്യൂക്ലിയർ DNA കാരണമല്ല എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് നടക്കുന്നത്, സൈറ്റോപ്ലാസത്തിലുള്ള എക്സ്ട്രാ ക്രോമസോമൽ DNA കാരണമാണ് ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസ് മാറ്റിക്കഴിഞ്ഞാലും യാതൊരു കുഴപ്പവും അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഈ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിന് വരില്ല. നെക്സ്റ്റ് ഈസ് ദ റെസിപ്രോക്കൽ ക്രോസസ് യൂഷ്വലി ഷോ യൂണിപാരൻ്റൽ ഇൻഹെറിറ്റൻസ്. സോ the extra chromosomal inheritance shows uniparental inheritance. They show inheritance from a single parent, that is known as maternal effect, mainly from mother. So the extra chromosomal inheritance shows uniparental inheritance. There is somatic segregation, that is there is segregation of cells, and there is infection like transmission, and mappability is not possible. So following are the characteristics of the extra chromosomal inheritance. First one, it is a non-Mendelian type of inheritance.
and the typical Mendelian ratios does not occur in extra chromosomal inheritance. Second one, it cannot be mapped. Third one, if you change the nucleus, it does not affect the extra chromosomal inheritance because in the extra chromosomal inheritance does not involve the nuclear DNA. And fourth one is that show a uniparental inheritance. There occurs somatic segregation and there occurs infection-like transmission. അപ്പോൾ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു നോൺ മെൻഡേലിയൻ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മെൻഡേലിയൻ റേഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ന്യൂക്ലിയർ ജീൻസ് മാപ്പ് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് കനോട്ട് ബി മാപ്ഡ്. മൂന്നാമത്തെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ന്യൂക്ലിയസ്, അതായത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് നടക്കുന്ന ഓർഗാനിസത്തിൻ്റെ ന്യൂക്ലിയസ് മാറ്റിക്കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിന് എഫക്റ്റ് ചെയ്യില്ല. കാരണം ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമൽ DNA എന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ന്യൂക്ലിയസിന് പുറത്തുള്ള എക്സ്ട്രാ DNA ആണ് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന് എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും അതെന്തിന് എഫക്റ്റ് ചെയ്യില്ല, എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിന് എഫക്റ്റ് ചെയ്യില്ല. പിന്നെ യൂണി പാരൻ്റൽ ഇൻഹെറിറ്റൻസ് ആണ് കാണിക്കുന്നത്, സിംഗിൾ പാരൻ്റ് എന്നുള്ള ഇൻഹെറിറ്റൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ സൊമാറ്റിക് സെഗ്രിഗേഷൻ ഉണ്ടാവും, ഇൻഫെക്ഷൻ ലൈക്ക് ട്രാൻസ്മിഷൻ ഉണ്ടാവും. സോ ദി ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ഈസ് ഓർഗനെല്ലാർ DNA. അതായത് ചില ഓർഗൻസിന് സ്വന്തമായിട്ട് DNA ഉണ്ടാവും. അപ്പോൾ അത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. അങ്ങനത്തെ രണ്ട് ഓർഗൻസ് ആണ് മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റും. The DNA is the basis of cytoplasmic inheritance. Mitochondria and chloroplast has their own system of protein synthesis. അപ്പോൾ സ്വന്തമായിട്ട് DNA ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്ലോറോപ്ലാസ്റ്റിനും മൈറ്റോകോൺഡ്രിയനും അവരുടേതായ സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് സിസ്റ്റം ഉണ്ടാവും. The cytoplasmic DNA is present in organelles like chloroplast, mitochondria, and mitochondria like kinetoplast of some protozoan parasites. The organelle DNA is usually circular and differs from nuclear DNA in several aspects. അപ്പോൾ സ്വന്തമായിട്ട് DNA ഉള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് സിസ്റ്റം ഉള്ള ഓർഗൻസ് ആണ് ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സെല്ലിൻ്റെ DNA അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സെല്ലിൻ്റെ പ്രോട്ടീൻ സിന്തസിസ് മെക്കാനിസത്തിന് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്, ഓർഗനെല്ലാർ DNA എന്ന് പറയും. അപ്പോൾ ആ ഓർഗനെല്ലാർ DNA ഉപയോഗിച്ച് അവർ സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടത്തും. മാത്രമല്ല ഈ ഓർഗനെല്ലാർ DNA എന്തായിരിക്കും, സർക്കുലർ ആയിരിക്കും. അത് ന്യൂക്ലിയർ DNA എന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് DNA ഉള്ള ഓർഗൻസ് ആണ് ഏതൊക്കെ, മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റും. അവർക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല അവരുടെ ഓർഗനെല്ലാർ DNA സർക്കുലർ ആയിരിക്കും. അവർ ഒരു കാര്യത്തിനും സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം അവർക്ക് സ്വന്തമായിട്ട് അവരുടേതായ DNA ഉണ്ട്. അത് ഓർഗനെല്ലാർ DNA ആണ്, അത് സർക്കുലർ ആണ്. അത് ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ട പ്രോട്ടീൻസൊക്കെ ഉണ്ടായിക്കോളും. അപ്പോൾ അങ്ങനത്തെ ഓർഗൻസ് ആണ് മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റും. അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റും എന്ന് പറയുന്നത് എക്സ്ട്രാ ന്യൂക്ലിയർ DNA അല്ലെങ്കിൽ എക്സ്ട്രാ ക്രോമസോമൽ DNAൻ്റെ എക്സാമ്പിളാണ്. കാരണം അവരുടെ ഓർഗനെല്ലാർ DNA എന്തല്ല, സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന ക്രോമസോമൽ DNA അല്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ഓർഗനെല്ലാർ DNA നമുക്ക് എന്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും, എക്സ്ട്രാ ന്യൂക്ലിയർ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. കാരണം അവരുടേതായ സ്വന്തം DNA ആണ്. അതായത് ആ സെല്ലിന് സ്വന്തമായിട്ടൊരു ക്രോമസോമൽ DNA ഉണ്ടാവും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. അത് പോരാഞ്ഞിട്ട് അവർക്ക് മൈറ്റോകോൺഡ്രിയൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു DNA ഉണ്ടാവും. അതാണ് മൈറ്റോകോൺഡ്രിയയിൽ കാണുന്ന എക്സ്ട്രാ ഓർഗനെല്ലാർ DNA. അല്ലാതെ ക്ലോറോപ്ലാസ്റ്റുള്ള സെല്ലാണെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമൽ DNA കൂടാതെ അവർക്ക് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു ഓർഗനെല്ലാർ DNA ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റിനെയും ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. First one is chloroplast DNA. Chloroplast DNA is naked and circular. The number of chloroplast DNA molecules per chloroplast varies in different organisms. The chloroplast DNA reassociates more rapidly than nuclear DNA after denaturation, and chloroplast DNA is smaller, and replication of chloroplast DNA is accompanied by D-loop replication. So first we are going to discuss about the
organellar DNAs. In that we will first discuss about the chloroplast DNA. The chloroplast DNA is naked and circular. The first this peculiarity of the chloroplast DNA, it does not has any membrane around it, and that is why it is called naked, and it is circular in appearance. And the number of chloroplast DNA varies from one organism to another, and if we denature this chloroplast DNA, it will renature very faster than the nuclear DNA. And the chloroplast DNA is smaller, and the replication of this chloroplast DNA occurs through D-loop replication. അപ്പോൾ ആദ്യത്തെ ഓർഗനെല്ലാർ ഡി എൻ എ ആണ് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നേക്കഡാണ്, അതായത് അതിന് ചുറ്റും ഒരു പ്രത്യേക ലെയറൊന്നുമില്ല. പിന്നെ എന്താണ്, അത് സർക്കുലറാണ്. അപ്പോൾ സർക്കുലർ ഷേപ്പിലാണ് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ ഉണ്ടാകുക. മാത്രമല്ല ഈ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ എണ്ണം ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറെ ഓർഗാനിസത്തിന് ഡിഫർ ചെയ്യും. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിനുള്ള ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ എണ്ണം ആയിരിക്കില്ല വേറെ ഓർഗാനിസത്തിന് ഉണ്ടാകുക. ഈ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ എന്ത് ചെയ്യും, പെട്ടെന്ന് റീനാച്ചർ ചെയ്യും. അതായത് ന്യൂക്ലിയർ ഡി എൻ എനെക്കാട്ടും വേഗത്തിൽ റീനാച്ചർ ചെയ്യും. അപ്പോൾ ഡീനാച്ചർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഡീനാച്ചർ ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് സ്ട്രാൻഡ്സും ജോയിൻ ചെയ്തിട്ട് പിന്നെയും ഡബിൾ സ്ട്രാൻഡഡ് ആകുന്നതിന് പറയുന്ന പേരാണ് റീനാച്ചർ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ റീനാച്ചുറേഷൻ വേഗം നടക്കുന്ന ഒരു ഡി എൻ എ ആണ് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ സ്മോൾ ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എൻ്റെ റെപ്ലിക്കേഷൻ നടക്കുന്നത് ഡി ലൂപ്പ് റെപ്ലിക്കേഷൻ വഴിയാണ്. Next is the mitochondrial DNA. The mitochondrial DNA are generally circular like chloroplast DNA, and they are smaller than chloroplast DNA. The difference between mitochondrial DNA and nuclear DNA is that mitochondrial DNA is circular whereas nuclear DNA is linear. Second difference is that mitochondrial DNA is not complex with histones. Third one, mitochondrial DNA reassociate more rapidly after denaturation. And the replication of mitochondrial DNA occurs through the D loop. So mitochondrial DNA has many similarities with chloroplast DNA. It is circular in nature, but it is smaller than chloroplast DNA. So there are some difference between mitochondrial DNA and nuclear DNA found in the nucleus. First one is that the mitochondrial DNA is circular whereas the nuclear DNA is linear. Second one, the mitochondrial DNA is not binded to the histones. Third one, the mitochondrial DNA reassociate rapidly like chloroplast DNA after denaturation. And fourth one is that like chloroplast DNA, the mitochondrial DNA replicate through D-loop replication. ഇപ്പോൾ രണ്ടാമത്തെ ഓർഗനെല്ലാർ ഡി എൻ എ ആണ് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എൻ്റെ ക്യാരക്ടേഴ്സ് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എനെ പോലെ തന്നെയാണ്. ഇപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ സർക്കുലർ ആണ്, പക്ഷേ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എനെക്കാട്ടും ചെറുതാണ്. ഇപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് എന്തൊക്കെ ഡിഫറൻസ് ന്യൂക്ലിയർ ഡി എൻ എ അല്ലെങ്കിൽ ക്രോമസോമൽ ഡി എൻ എ എന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ സാധാരണ എല്ലാ ഓർഗാനിസത്തിനും ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഡി എൻ എ അല്ലെങ്കിൽ ക്രോമസോമൽ ഡി എൻ എ ഉണ്ടാവും. അപ്പോൾ അതും മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ സർക്കുലർ ആണ്, പക്ഷേ ക്രോമസോമൽ ഡി എൻ എ എന്താണ്, ലീനിയർ ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ പെട്ടെന്ന് റീഅസോസിയേറ്റ്, അതായത് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എക്കുള്ള അതേ പ്രോപ്പർട്ടിയാണ്. അതായത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഡീനാച്ചർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റീനാച്ചർ ചെയ്യും അല്ലെങ്കിൽ റീഅസോസിയേറ്റ് ചെയ്യും. എന്തിനെ കാട്ടും, ന്യൂക്ലിയർ ഡി എൻ എനെ കാട്ടും. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എനോട് ബൈൻഡ് ചെയ്തിട്ട് ആരില്ല, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇല്ല. അപ്പോൾ ഹിസ്റ്റോൺസ് കാണുന്നത് എന്തിൻ്റെ കൂടിയാണ്, ന്യൂക്ലിയർ പ്രോട്ടീൻസ് കൂടിയാണ് ഹിസ്റ്റോൺസ് കാണുന്നത്. അപ്പോൾ ഹിസ്റ്റോൺസ് എന്താ നിങ്ങൾ മോളിക്കുലർ ബയോളജി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹിസ്റ്റോൺസ് അതായത് ക്രോമസോം അല്ലെങ്കിൽ ഡി എൻ എനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എയോട് അസോസിയേറ്റ് ചെയ്തിട്ട് ആരില്ല, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇല്ല. പക്ഷേ ന്യൂക്ലിയർ ഡി എൻ എനോട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്, ന്യൂക്ലിയർ ഡി എൻ എനെ പാക്ക് ചെയ്യാൻ സഹായിക്കുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ്. ഇപ്പോൾ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എക്ക് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇല്ല. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ പോലെ തന്നെ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ഡി ലൂപ്പ് റെപ്ലിക്കേഷൻ വഴിയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ഓർഗനെല്ലാർ ഡി എൻ എ. അപ്പോൾ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഓർഗനെല്ലാർ ഡി എൻ എ ആണ്. അതിൽ നമ്മൾ രണ്ടാളെ പഠിച്ചു, ഒന്ന് ക്ലോറോപ്ലാസ്റ്റ് ഡി എൻ എ, രണ്ടാമത്തത് മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ. So the second example is the inheritance involving infectious particles. In Paramecium killer strains contain kappa particles
or cytoplasmic particles. They are 0.4 millimeter long and contain their own DNA encoding paramecium toxin. Particles extracted from killer strains can infect non-killer strains and convert them to killer strains. But the second example for extra chromosomal inheritance is kappa particles found in paramecium. Like mitochondria and chloroplasts, the kappa particles contain their own DNA, and the kappa particles are a size of 0.4 millimeter, and the functions of this kappa particle is that it will encode a toxin known as paramecium toxins, converting them into killer strains. So when you add the extract from the killer strains into the non-killer strains, they convert the killer strains non-killer strains into killer strains. So the second example for extra chromosomal inheritance is kappa particles found in killer strains of paramecium, and they are taken as an example for extra chromosomal inheritance because these kappa particles contain their own DNA, and the size of the kappa particle is 0.4 millimeter long, and they codes for a toxin known as paramecium toxin, and this paramecium toxin has the ability to convert the non-killer strains into killer strains. ഇപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളാണ്, അത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിളാണ് കാപ്പ പാർട്ടിക്കിൾസ് ഫ്രം പാരമേസ്യം. അപ്പോൾ പാരമേസ്യം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവയാണ്. നിങ്ങൾ ബയോളജി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ യുഗ്ലീന, പാരമേസ്യം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പാരമേസ്യം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവയാണ്, അമീബ പോലത്തെ ഒരു പ്രോട്ടോസോവയാണ് പാരമേസ്യം. അപ്പോൾ ഈ പാരമേസ്യത്തിലുള്ള ഒരു പാർട്ടിക്കിളാണ് കാപ്പ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാപ്പ പാർട്ടിക്കിളിന് സ്വന്തമായിട്ട് DNA ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് DNA ഉള്ള ഒരു പാർട്ടിക്കിളാണ് കാപ്പ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാപ്പ പാർട്ടിക്കിളിനെ എന്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്? എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കാപ്പ പാർട്ടിക്കിൾസിനെ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്? കാരണം ഈ കാപ്പ പാർട്ടിക്കിൾസിന് സ്വന്തമായിട്ടൊരു DNA ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്? എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ കാപ്പ പാർട്ടിക്കിൾസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.4 millimeter ആണ്. ഇത് കോഡ് ചെയ്യുന്ന ടോക്സിനാണ് പാരമീസിയം ടോക്സിൻ. അപ്പോൾ ഈ പാരമീസിയം ടോക്സിൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാരമീസിയം ടോക്സിൻസ് ഉണ്ടാക്കുന്ന സ്ട്രെയിൻസിന് പറയുന്ന പേരാണ് കില്ലർ സ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഉണ്ടാക്കാത്ത സ്ട്രെയിന് നോൺ കില്ലർ സ്ട്രെയിൻ. അപ്പോൾ പാരമീസിയം ടോക്സിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോൺ കില്ലർ സ്ട്രെയിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? കില്ലർ സ്ട്രെയിനായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളായിരുന്നു കാപ്പ പാർട്ടിക്കിൾ കണ്ടെയ്നിങ് ദെയർ ഓൺ DNA. അതൊരു ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിളാണ് പാരമീസിയത്തിലുള്ളത്. So the third example for extra chromosomal inheritance is plastid inheritance. The plastids are self-replicating organelles present in the cytoplasm. They developed from undifferentiated protoplastids. The leucoplasts develop in roots and other storage organelles of higher plants and may accumulate starch. When it accumulates starch, it is known as amyloplast. When it accumulates protein, it is known as proteinoplast. When it accumulates lipids, it is known as lipoplast. When it accumulates oil, it is known as elaroplast. And when it accumulates pigment, it is known as chromoplast. So the third example for extra chromosomal inheritance is plastid inheritance. The plastid are self-replicating organelles present in cytoplasm. So plastid like mitochondrial DNA and mitochondria and chloroplast, the plastids are self-replicating organelles present in cytoplasm and they contains their own DNA. That's why we take plastids as an example for extra chromosomal inheritance. And they developed from proplastids, and leucoplast is found in the roots of plants, and depending upon the type of the material stored by the leucoplast, their names differ. If the leucoplast store starch, it is known as amyloplast. If they store protein, it is known as proteinoplast. If they store lipids, it is known as lipoplast. And if they store oil, it is known as elaroplast. And if they store pigment, it is known as chromoplast.
അപ്പോൾ മൂന്നാമത്തെ എക്സാമ്പിളാണ് പ്ലാസ്റ്റിഡ്. അപ്പം മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ് പോലെയുള്ള സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ഓർഗനലാണ്, അത് സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ഓർഗനലാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. അത് മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റ് പോലെ തന്നെയുള്ള ഒരു സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ഓർഗനലാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിഡിന് അതിൻ്റേതായ DNA ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിഡിനെ എന്തിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്? എക്സ്ട്രാ ക്രോമസോമൽ DNA അല്ലെങ്കിൽ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിഡ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രോട്ടോപ്ലാസ്റ്റിഡ്സിൽ നിന്നാണ്. അപ്പോൾ പ്ലാസ്റ്റിഡ്സിൻ്റെ വേറെ പ്ലാന്റ്സിലുള്ള പ്ലാസ്റ്റിഡ്സിൻ്റെ പേരാണ് ലൂക്കോപ്ലാസ്റ്റ്. അപ്പോൾ എന്താണ് ആ ലൂക്കോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ പേര് മാറും. അപ്പോൾ സ്റ്റാർച്ചാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ലൂക്കോപ്ലാസ്റ്റിനെ അമൈലോപ്ലാസ്റ്റ് എന്ന് പറയും. പ്രോട്ടീനാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രോട്ടീനോപ്ലാസ്റ്റ് എന്ന് പറയും. ലിപ്പിഡ്സ് ആണെങ്കിൽ ലിപ്പോപ്ലാസ്റ്റ് എന്ന് പറയും. ഓയിലാണെങ്കിൽ എലറോപ്ലാസ്റ്റ് എന്ന് പറയും. പിഗ്മെൻറ്റ്സ് ആണെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയും. അപ്പോൾ മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റും പോലെ തന്നെ ഒരു ഓർഗനലാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാമ്പിൾ ഫോർ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ഇസ് ലീഫ് വെരിഗേഷൻസ് ഇൻ മിറാബിലിസ് ജലാപ്പ. അപ്പോൾ മിറാബിലിസ് ജലാപ്പേൻ്റെ വേറെ പേരാണ് 4 o'clock പ്ലാന്റ് അല്ലെങ്കിൽ 4 മണി ചെടി എന്ന് പറയും. The conclusive evidence for cytoplasmic inheritance was first presented by Carl Correns in Mirabilis jalapa or 4 o'clock plant. He studied inheritance of leaf variegation in Mirabilis jalapa. The variegation refers to the presence of white or yellow spots of variable size on the green background of leaves. അപ്പോൾ ഇതാണ് വെരിഗേഷൻ എന്ന് പറയുന്നത്. ഈ പുറത്ത് കാണുന്ന ലീഫ് ആ പിക്ചറിൽ തന്നിരിക്കുന്നത്. The variegation in Mirabilis jalapa, leaves may be green, white or variegated, and some branches may have green, white or variegated, and some branches may have only green, only white or only variegated leaves. The Correns made crosses in all possible combinations among the flowers produced on these 3 types of branches. So the fourth example or the last example for extra chromosomal inheritance is the leaf variegation in Mirabilis jalapa. The Mirabilis jalapa is also known as 4 o'clock plant, and he studied the leaf variegation in Mirabilis jalapa. So Mirabilis jalapa produces 3 types of leaves. First is green leaves. You can see green leaves in this picture. Second one, they produce white leaves, and third one, they produce variegated leaves. What are variegated leaves? You can see in the other picture. Variegated leaves consist of green or yellow spot in them. So they contain green or white spot in them. So they are known as variegated leaves. They produce, the Mirabilis jalapa produces 3 types of leaves. First is green leaf, the second one is white leaf, and third is variegated leaves. Variegated leaves are the leaves which contain white or green spot in them. So he crossed between these plants and observed the result. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ലാസ്റ്റ് എക്സാമ്പിളാണ് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസിൻ്റെ ലാസ്റ്റ് എക്സാമ്പിളാണ് ലീഫ് വെരിഗേഷൻ ഇൻ മിറാബിലിസ് ജലാപ്പ. ഇത് പഠിച്ച സയൻറ്റിസ്റ്റാണ് കാൾ കോറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മിറാബിലിസ് ജലാപ്പേൻ്റെ വേറെ പേരാണ് 4 o'clock പ്ലാന്റ് അല്ലെങ്കിൽ 4 മണി ചെടി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മിറാബിലിസ് ജലാപ്പ അല്ലെങ്കിൽ 4 മണി ചെടി 3 തരത്തിലുള്ള ഇലകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 തരത്തിലുള്ള ഇലകളാണ് മിറാബിലിസ് ജലാപ്പ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പച്ച ഇലകളുള്ള, അത് വെറും പച്ച ഇലകളുള്ള ചെടികളാണ്, പച്ച ഇലകളുള്ള ബ്രാഞ്ചസ് ആണ് മിറാബിലിസ് ജലാപ്പ പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇലകളാണ് വെള്ള ഇലകൾ അല്ലെങ്കിൽ വൈറ്റ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇലകളാണ് വെരിഗേറ്റഡ് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെരിഗേറ്റഡ് ലീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? പച്ച ഇലകളായിരിക്കും, പക്ഷെ അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? വെള്ള കുത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെള്ള അല്ലെങ്കിൽ യെല്ലോ കുത്തുകളുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ടൈപ്പ് ലീവ്സ് ആണ് മിറാബിലിസ് ജലാപ്പ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് പച്ച ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും, രണ്ടാമത്തത് വൈറ്റ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും, മൂന്നാമത്തത് വെരിഗേറ്റഡ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. വെരിഗേറ്റഡ് ലീവ്സ് എന്ന് പറഞ്ഞാൽ പച്ച ഇലേൻ്റെ മുകളിൽ വെള്ള കുത്തുകളോട് കൂടിയ ഇലകളാണ് വെരിഗേറ്റഡ് ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? കോറൻസ് ഈ 3 ടൈപ്പ് ഇലകളും ബ്രാഞ്ചസും തമ്മിൽ എന്ത് ചെയ്ത്
ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പഠിച്ചു. So when flowers from green branch were used as female parent, all the progeny were green. Similarly, the progeny involving flowers bloomed on white branches as female parent. All are white irrespective of phenotype of male parent. But in progeny from all crosses involving flowers born on variegated branches as female parent, all three types, green, white and variegated individuals, were recovered in the variable proportions. അപ്പോൾ ഇയാൾ ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? അപ്പോൾ ഗ്രീൻ ബ്രാഞ്ചിനെ ഫ്ലവേഴ്സ് ഫ്രം ദി ഗ്രീൻ ബ്രാഞ്ച് എന്നുള്ള ഫ്ലവേഴ്സിനെ ഫീമെയിൽ പാരൻ്റായിട്ട് എടുത്തപ്പോൾ കിട്ടിയ എല്ലാ പ്രൊഗനീസും എന്താണ്? ഗ്രീൻ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇയാൾ എന്ത് ചെയ്തു? വൈറ്റ് ലീവ്സ് ഉള്ള ബ്രാഞ്ചസ് നിന്ന് ഫ്ലവേഴ്സ് എടുത്തിട്ട് അതിനെ ക്രോസ് ചെയ്തു. അപ്പം കിട്ടിയ എല്ലാ പ്രൊഗനീസും എന്തായിരുന്നു? വൈറ്റ് ആയിരുന്നു. പക്ഷേ ഇയാൾ വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള ബ്രാഞ്ചസ് നിന്ന് ഫ്ലവേഴ്സ് എടുത്ത് ക്രോസ് ചെയ്തപ്പോൾ 3 ടൈപ്പുള്ള ലീവ്സും കിട്ടി. അതായത് ഗ്രീനും കിട്ടി, വൈറ്റും കിട്ടി, വെരിഗേറ്റഡും കിട്ടി. അപ്പോൾ 3 ടൈപ്പ് ക്രോസസ്സാണ് ഇയാൾ ചെയ്തത്. ആദ്യം ഇയാൾ ഗ്രീൻ ലീവ്സ് ഉള്ള ബ്രാഞ്ചസ് നിന്ന് ഫ്ലവേഴ്സ് എടുത്തിട്ട് ക്രോസ് ചെയ്തപ്പോൾ ഗ്രീൻ പ്രൊഗനീസാണ് എല്ലാം കിട്ടിയത്. രണ്ടാമത്തത് വൈറ്റ് ലീവ്സ് ഉള്ള ബ്രാഞ്ചസ് നിന്ന് ഫ്ലവേഴ്സ് എടുത്ത് ക്രോസ് ചെയ്തപ്പോൾ വൈറ്റ് പ്രൊഗനീസാണ് കിട്ടിയത്. പക്ഷേ മൂന്നാമത്തെ വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള ബ്രാഞ്ചസ് നിന്ന് എടുത്ത് ക്രോസ് ചെയ്തപ്പോൾ 3 ടൈപ്പ് പ്രൊഗനീസും കിട്ടി. അതായത് ഗ്രീനും കിട്ടി, വൈറ്റും കിട്ടി, വെരിഗേറ്റഡും കിട്ടി. അപ്പോൾ ഇതാണ് ഇയാളുടെ ക്രോസിൻ്റെ റിസൾട്ട്. അപ്പോൾ ഇയാളുടെ ക്രോസ് നോക്കാം നമുക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ കോളത്തിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് ഫീമെയിലാണ്, പിന്നെ മെയിൽ, പിന്നെ എന്താണ് കിട്ടിയത്? അല്ലെങ്കിൽ പ്രൊഗനി. അപ്പോൾ ഫീമെയിൽ ഗ്രീൻ എടുത്തു. അപ്പോൾ ഗ്രീൻ ബ്രാഞ്ചസ് നിന്ന് ഫ്ലവർ എടുത്തിട്ടാണ് നമ്മൾ ആദ്യം ക്രോസ് ചെയ്തത്. അപ്പം ഗ്രീനിൽ നിന്ന് നമ്മൾ എല്ലാ ബ്രാഞ്ചസ് ഉള്ള ഫ്ലവറായിട്ട് ക്രോസ് ചെയ്തു. ഗ്രീൻ ബ്രാഞ്ചസ് ഉള്ള ഫ്ലവറായിട്ട് ക്രോസ് ചെയ്തു, ഗ്രീനിനെ വൈറ്റുമായിട്ട് ക്രോസ് ചെയ്തു, ഗ്രീനിനെ വെരിഗേറ്റഡ് ആയിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ പ്രൊഗനി എല്ലാം ഗ്രീനായി കിട്ടിയത്. പിന്നെ വൈറ്റ് ലീവ്സ് ഉള്ള ബ്രാഞ്ചിൽ നിന്ന് ഫ്ലവർ എടുത്തിട്ട് നമ്മൾ ക്രോസ് ചെയ്തു. അപ്പം അതിനെ 3 ടൈപ്പുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ 3ഉം വൈറ്റായി കിട്ടിയത്. പിന്നെ വെരിഗേറ്റഡ് നമ്മൾ എടുത്തിട്ട് 3 ടൈപ്പ് ആയിട്ട് ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 3 ടൈപ്പും കിട്ടി. ഇതാണ് ഇയാളുടെ റിസൾട്ട്. The green leaf branches have normal chloroplast and white branches have mutant chloroplast and variegated have a mixture of both normal and mutant chloroplast. അപ്പം ഗ്രീൻ ലീഫ് ബ്രാഞ്ചസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഗ്രീൻ കളർ കിട്ടുന്നത് അതിന് നോർമൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ആ ലീഫിന് ഗ്രീൻ കളർ കിട്ടുന്നത്. അപ്പം മ്യൂട്ടേറ്റഡ് ക്ലോറോപ്ലാസ്റ്റ് ആണുള്ളതെങ്കിൽ അതിന് എന്ത് കളറാണ് കിട്ടുക? വൈറ്റ് ബ്രാഞ്ചസ് ആണ് ഉണ്ടാകുക. വെരിഗേറ്റഡിന് രണ്ടും ഉണ്ടാവും. മ്യൂട്ടൻ്റ് ക്ലോറോപ്ലാസ്റ്റും ഉണ്ടാവും, നോർമലും ഉണ്ടാവും. അപ്പം നോർമൽ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളവരാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഗ്രീൻ കളർ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നത്. മ്യൂട്ടൻ്റ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളവരാണ് വൈറ്റ് കളർ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നത്. രണ്ടും ഉള്ളവർ വെരിഗേറ്റഡ് ഫോം ചെയ്യും. അപ്പം ഈ റിസൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഈ ഇൻഹെറിറ്റൻസ്, അതായത് ഈ ഗ്രീൻ കളറ് അല്ലെങ്കിൽ വൈറ്റ് കളർ ലീഫ് അല്ലെങ്കിൽ വെരിഗേറ്റഡിൻ്റെ ഇൻഹെറിറ്റൻസ് ക്ലോറോപ്ലാസ്റ്റിലൂടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടിച്ചത്. അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇതൊന്നുകൂടി പറയാം. അപ്പോൾ ഈ ലീഫ് വെരിഗേഷൻ ഇൻ മിറാബിലിസ് ജലാപ്പ. അപ്പം 4 മണി ചെടിയുടെ കളർ ലീഫിന് 3 ടൈപ്പ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് പച്ച ലീവ്സ്, രണ്ടാമത്തത് വെള്ള ലീഫ്, മൂന്നാമത്തത് വെരിഗേറ്റഡ്, അതായത് പച്ചയുടെ മുകളിൽ വെള്ളക്കുത്തുള്ള ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം കോറൻസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗ്രീൻ ബ്രാഞ്ചസ് നിന്ന് ഫ്ലവർ എടുത്തിട്ട് അതിനെ ഫീമെയിലായിട്ട് എടുത്തിട്ട് അതിനെ ബാക്കി 3 എണ്ണമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ എല്ലാം ഗ്രീന് കിട്ടി. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് എടുത്തിട്ട് എല്ലാം 3 ക്രോസ് ചെയ്തപ്പോൾ എല്ലാം വൈറ്റ് കിട്ടി. പക്ഷേ വെരിഗേറ്റഡ് എടുത്തിട്ട് 3 എണ്ണമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഗ്രീനും കിട്ടി, വൈറ്റും കിട്ടി, വെരിഗേറ്റഡും കിട്ടി. അപ്പോൾ ഈ ഗ്രീൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതിന് നോർമൽ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഉള്ളത്. പക്ഷേ വൈറ്റ് ഉണ്ടാകാനുള്ള കാരണം അതിന് എന്താണ്? മ്യൂട്ടൻ്റ് ക്ലോറോപ്ലാസ്റ്റ് ആണുള്ളത്. വെരിഗേറ്റഡ് ഉണ്ടാകാനുള്ള കാരണം അതിന് രണ്ടും ഉണ്ട്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഇവിടുത്തെ ലീഫിൻ്റെ കളർ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലീഫിൻ്റെ കളറിൻ്റെ ഇൻഹെറിറ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ ക്രോസ് പറയുന്നത്. മാത്രമല്ല ക്ലോറോപ്ലാസ്റ്റിന് സ്വന്തമായിട്ട് DNA ഉണ്ട്.
അപ്പോൾ ആ DNA ആണ് ഇത് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇൻഹെറിറ്റൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പറയുക, പിന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സ് പറയുക, പിന്നെ അതിൻ്റെ എക്സാമ്പിൾ പറയുക. ഫസ്റ്റ് ഓർഗനെല്ലാർ DNA-യിൽ മൈറ്റോകോൺഡ്രിയയും പിന്നെ ക്ലോറോപ്ലാസ്റ്റും പറയുക. പിന്നെ നമ്മൾക്ക് പറയേണ്ടത് പ്ലാസ്റ്റിഡ്സ് ആണ്. പിന്നെ കാപ്പ പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയണം. പിന്നെ ഈ മിറാബിലിസ് ജലാപ്പയിലുള്ള ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ വെരിഗേറ്റഡ് ലീവ്സ് ഇൻ മിറാബിലിസ് ജലാപ്പ. അപ്പം താങ്ക് യു.